2010 ഓസ്ട്രേലിയ വെച്ചിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ശ്രീലങ്ക. അതിൽ ഇന്ത്യ ഓൾമോസ്റ്റ് പുറത്താകുന്ന ലെവലിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് ഇനി ആ ഒരു ഫൈനലിലേക്ക്, അതായത് 3 പേരിൽ 2 പേര് ഫൈനലിൽ പോകും. അപ്പോൾ ഇന്ത്യക്ക് ആ ഫൈനൽ മാച്ചിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മാച്ച് ഉണ്ട് ഇന്ത്യക്ക് ശ്രീലങ്കയായിട്ട്. അതിലൊരു ഭയങ്കര മാർജിനിൽ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിക്കണം. അപ്പോൾ അവർ ഓൾമോസ്റ്റ് 330 റൺ എന്തോ സ്കോർ ചെയ്തു ഇന്ത്യക്ക്. അതായത് ആ ഒരു മാച്ച് ഫൈനലിലേക്ക് ചാൻസ് നിലനിർത്തുന്നുണ്ടെങ്കിൽ ഈ സ്കോർ 40 ഓവറിൽ എന്തോ ക്രോസ് ചെയ്യണം. അതായത് 40 ഓവറിൽ 330 റണ്ണ്. ആ സമയത്ത് T20 ഒന്നും അത്ര ആക്റ്റീവ് അല്ല, അതായത് 2020 ആക്റ്റീവ് അല്ല. അപ്പോഴൊക്കെ 40 ഓവറിൽ 50 ഓവറിൽ 330 ചേസ് ചെയ്യാൻ തന്നെ കഷ്ടമാണ്. അപ്പോൾ 40 ഓവറിൽ ഇത് ചേസ് ചെയ്യണം. പിന്നെ ആ ടൈമിൽ ഇന്ത്യ ഭയങ്കര ഔട്ട് ഓഫ് ഫോമിലുള്ള സിറ്റുവേഷനാണ്. അതായത് ആ സീരീസിന് ഓൾമോസ്റ്റ് ഔട്ട് ആവേണ്ട ലെവലെത്തി, അതായത് ഫ്ലോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ 40 ഓവറിൽ ഇന്ത്യക്ക് 330 റണ്ണ് സ്കോർ ചെയ്യണം. അപ്പോൾ അന്നാണ് ഒരുപക്ഷെ വിരാട് കോഹ്ലിയുടെ ഒക്കെ ഒരു ഹൈ ക്ലാസ് ഇന്നിങ്സ് വന്നത്. കാരണം വിരാട് കോഹ്ലിയുടെ ഒരു ഫേവററ്റ് ഇന്നിങ്സ് അതായിരിക്കും. കാരണം ഇന്ത്യ പക്ഷേ അത് 34 ഓവറിൽ ചേസ് ചെയ്യണം. 34 ഓവറിൽ 330 റണ്ണ് ചേസ് ചെയ്യണം. അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക് ഇന്ത്യ അന്ന് സ്കോർ. അപ്പോൾ എനിക്ക് ഈ ടൈമിൽ ആ മൊമെൻറ്റിൽ എൻ്റെ മൈൻഡിലേക്ക് വന്നിട്ടുള്ളത് അതാണ്. അതായത് എനിക്ക് 29 ഓവറുണ്ട്, 29 ഓവറിൽ 350 റൺ. 29 ഓവറിൽ 350, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് അന്ന് അതാ പറഞ്ഞത്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് നോർമലായിട്ടുള്ളൊരു എബിലിറ്റി ഒക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് അനിവാര്യമായിട്ട് വരുമ്പോൾ എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമുക്ക് കഴിയും എന്ന രീതിയിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിശ്വസിച്ച് ഇറങ്ങേണ്ടി വരും. അതായത് ആ ഒരു സീരീസിൽ ഇന്ത്യ അവസാനത്തെ മാച്ച് വരെ ഫ്ലോപ്പായിട്ടാണ് കളിച്ചത്. പക്ഷേ അവസാന മാച്ചിൽ ഇന്ത്യ അത്രയും അൺസ്റ്റോപ്പിളായിട്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അനിവാര്യമായി വന്ന ഏതും പോസിബിളാണ് എന്ന ലെവലിൽ ചിന്തിച്ച് കളിക്കുക. അപ്പോൾ 29 ദിവസം 350 റൺ, ഇതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഞാൻ പഠിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു. പിന്നെ ഈ റിസൾട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിസൾട്ട് വരുന്ന മുമ്പത്തെ ദിവസം എൻ്റെ ആർട്ടിഫിഷ്യൽ പീരീഡ് എൻഡ് ചെയ്യുക ഒരു ലെവലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇൻ്റർ പാസ്സായിട്ടില്ല, ഞാൻ അടുത്ത ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സ്പേസാണ്. കാരണം ഞാൻ ഇൻ്റർ ഇനിയും ഒരു എക്സാം, ഒരു ഗ്രൂപ്പ് പോലും പാസ്സായിട്ടില്ല. ഇനി ആർട്ടിഫിഷ്യൽ കഴിയുന്ന ദിവസമാണ് അടുത്ത ദിവസം എനിക്ക് റിസൾട്ട് വരിക. അപ്പോൾ അടുത്ത ലൈഫിൽ എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ മേപ്പിട്ട് നോക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ എൻ്റെ ആർട്ടിഫിഷ്യൽ കഴിഞ്ഞു. പിറ്റേ ദിവസം ആർട്ടിഫിഷ്യലിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. പിറ്റേ ദിവസം എന്തോ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് റിസൾട്ട് വരികയാണ്. റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവ് റിസൾട്ട്. ഞാൻ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി പഠിക്കാൻ പോകണോ അതോ ജോലിക്ക് പോകണോ എന്നുള്ളൊരു അറിയില്ല. അപ്പോൾ എനിക്ക് പാസ്സായാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് റിസൾട്ട് വന്നു. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ്, നമ്മളെ പല സിറ്റുവേഷനിലും ഭയങ്കര ഹ്യൂമൺ എന്ന രീതിയിൽ ടെസ്റ്റ് വരും. ആ ടെസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം ബെറ്ററാണോ അതിനനുസരിച്ച്. അപ്പോൾ ഞാൻ പാസ്സാകണം. എനിക്ക് 400 മാർക്കാണ് കിട്ടിയത്. 400, അതായത് 401 മാർക്ക് ഞാൻ സ്കോർ ചെയ്തു. അതായത് 29 ഓവറിൽ ഞാൻ 401 റൺ അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 401 മാർക്കാണ് ഞാൻ സ്കോർ ചെയ്തത്. വളരെ ടൈറ്റ് ടൈമായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ അത്രയും നന്നായി പഠിച്ചു എന്നതിനേക്കാളും ആ ഒരു 2 ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജൂനിയേഴ്സിന് വേണ്ടി ഞാൻ മാറ്റി പഠിച്ച 2 ദിവസം, അന്ന് ഞാൻ ഒരു ഹ്യൂമൺ എന്ന രീതിയിൽ നന്നായി ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കണം. അതേ സമയത്ത് ഞാൻ മറ്റൊരാൾക്ക് കൈയും കൊടുക്കണം. ആ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ മറ്റൊരാൾക്ക് കൈ കൊടുക്കുക എന്നുള്ള ഡിസിഷനാണ് എടുത്തത്. മേ ബി ഗോഡ് ഹെൽപ്ഡ് മീ. ഞാൻ ആ സിറ്റുവേഷനിൽ അങ്ങനെയാണ് ഒരു സ്റ്റാൻഡ് എടുത്തത്. കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ മറ്റൊരാൾക്ക് കൈ കൊടുക്കാൻ പോയി. ചിലപ്പോൾ ഗോഡ് അത് കണ്ടിട്ടുണ്ടാകും, ഗോഡ് എന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ടാകും. അതാണ് എൻ്റെ ഈ എക്സ്ട്രാ മാർക്ക്. മേ ബി എനിക്ക് അതിൽ കൂടുതൽ കിട്ടിയ എല്ലാ മാർക്കും ഞാൻ ചെയ്ത ഒരു ആക്ടിനെ എനിക്ക് ദൈവം തന്ന ബോണസായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ലൈഫിലെ എല്ലാ സിറ്റുവേഷനിലും അങ്ങനെയാണ്. ഭയങ്കര നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യവും നമ്മുടെ ധാർമ്മികതമായ ഒരു കാര്യം വരുന്ന സമയത്ത് ഞാൻ മെജോറിറ്റി സിറ്റുവേഷനിലും ഓർക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ്. കാരണം നമുക്ക് ഇത് വേണോ അത് വേണോ ചോദിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ ധാർമ്മികതയോടെ കൂടെ പോവും. ഈവൻ ദോ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും നഷ്ടം വന്നാൽ പോലും ഇറ്റ്സ് ഓക്കെ, ഞാൻ മാനേജ് ചെയ്യും എന്ന ലെവലിൽ. പക്ഷേ ഗോഡ് വിൽ ഹെൽപ്പ് മീ എന്ന ലെവലിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർ എക്സാം ക്ലിയർ ചെയ്യാണ്. 401 മാർക്ക്, അതായത് 90 ദിവസം പഠിച്ച് 58 മാർക്ക് സ്കോർ ചെയ്ത ഞാൻ ആ 58 മാർക്കിൻ്റെ പകുതി ദിവസം എടുത്തിട്ട്, അതായത് 58 മാർക്കാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അത് ഞാൻ 90 ദിവസമാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 58 ദിവസത്തിൻ്റെ പകുതി, അതായത് എൻ്റെ 58 മാർക്കിൻ്റെ പകുതി എന്ന് പറയുന്നത് 29ആണ്. അപ്പോൾ 29 ദിവസം പഠിച്ച് ഞാൻ 401 മാർക്ക് സ്കോർ ചെയ്യാണ്. അതും എൻ്റെ സെൽഫ് സ്റ്റഡി ആയിരുന്നു, സ്വന്തമായിട്ട് പഠിച്ചിട്ട്. അപ്പോൾ എനിക്കതൊരു ഗ്ലോറിയസ് മൊമെൻ്റാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ ജയിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് 4 വർഷത്തോളം അടുത്തു ഞാൻ CAയുടെ ആദ്യത്തെ എക്സാം ഞാൻ പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ
ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ഹാപ്പി മൊമെൻ്റ് ഉണ്ടാകുന്ന ഒരു ടൈമായിരുന്നു. 2017 ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇൻ്റർ പാസ്സായി, കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് പേഴ്സണായി എന്ന ലെവലിൽ. താങ്ക്സ് ടു വിരാട് കോഹ്ലി അല്ലേ. വിരാട് കോഹ്ലിയാണ് എൻ്റെ ഇൻ്റർ പാസ്സാകാനുള്ള ഏറ്റവും വലിയ ഒരു ഫോഴ്സിങ് പവറായിട്ട്. കാരണം വിരാട് കോഹ്ലിയുടെ ആ 2016 IPL സീസൺ എന്നെ അത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഫിയർലെസ് ആയിട്ട് നമ്മളെല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യണം. അതായത് നമ്മുടെ അതായത് വിരാട് കോഹ്ലിയുടെ ഒന്ന് IPL സീസൺ, പിന്നെ വിരാട് കോഹ്ലി ആ ഹോബാട്ടിൽ 2010 ശ്രീലങ്കയ്ക്കെതിരെ ഒരു 130 റൺസ് സംതിങ് സ്കോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇന്നിങ്സ്, അന്ന് വിരാട് കോഹ്ലി ലസിത് മലിംഗയൊക്കെ സിക്സ് അടിക്കുന്ന ഒരു അത് യോക്കർ ബോൾ പോലും സിക്സ് അടിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആ വിരാട് കോഹ്ലിയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്, എന്നെ ഇൻ്റർ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇൻ്റർ ക്ലിയർ ചെയ്തു, ആൻഡ് ഫൈനലിന് വേണ്ടി റെഡി ആകുന്ന ഒരു ടൈമായിരുന്നു. ഫൈനലും ഇതുപോലെ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. കുറച്ച് ഇമോഷണലായിട്ട് റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുക, ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്ത ടൈം, ഒരുപാട് പേര് ചലഞ്ച് ചെയ്ത ടൈം, അങ്ങനെ ഫൈനലിനും അതുപോലെ സ്റ്റോറി ഉണ്ട്. ഫൈനലിൻ്റെ സ്റ്റോറി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.